പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് 31 ഡിസംബർ 2024 ലാസ്റ്റ് ഡേ ആണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം 2024 നമ്മളോട് വിട പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2024 ലാസ്റ്റ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പൊ ഇപ്പൊ സമയം ഈവനിങ് 5 o'clock ആയിട്ടുണ്ട്. അതായത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 ആവും ഗൈസ്. അപ്പോ നമ്മൾ ലാസ്റ്റ് നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഇയറിലെ. അപ്പൊ ഈ ഇയറിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താണ് ഗൈസ്? എങ്ങനെയുണ്ടായിരുന്നു 2024? എന്റെ 2024 കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ വളരെ പൊട്ടൊരു വർഷമായിരുന്നു ഗൈസ്. അപ്പോ 2025 എങ്ങനെയാവും നമുക്ക് എല്ലാവർക്കും കണ്ടറിയാം. അപ്പൊ ഗൈസ്, ഞാൻ വിചാരിച്ചതായിരുന്നു നമ്മുടെ 2024 ലാസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കണം എന്നുള്ളത്. പക്ഷെ ക്ലാസ് ഉള്ള കാര്യം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മളുടെ ഒരു ഈവനിങ് മുതലുള്ളൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്, ഇനിയുള്ള ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം. ഇപ്പൊ സ്കൂളിൽ വിട്ട് വന്നിട്ട് കുറച്ച് നേരെ ആയിട്ടുള്ളൂ, TV കണ്ടിരിക്കുന്നു ഗൈസ് ഞാൻ. അപ്പോ നമുക്ക് നേരെ ഇനി പോയി ഫ്രഷ് ആയിട്ട് അടുത്ത പരിപാടികളിലിട്ട് പോകാൻ ഗൈസ്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു ഇതൊക്കെ കഴിഞ്ഞു, ഇനി 2-3 കൂടിയും ചെയ്യാനുണ്ട്. അപ്പൊ അത് ചെയ്യണം. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. നമ്മുടെ ഫിയ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഫിയ അടുത്ത് ചോദിക്കാൻ 2024 കുറിച്ച്. അപ്പൊ ഫിയ, കുറച്ചു നേരം കൂടി ഉള്ളു നമ്മുടെ 2024. അപ്പൊ നിനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ മാസം നല്ലൊരു മാസമായിട്ട് തോന്നുന്നു. പിന്നെ ഈ മാസം നമുക്ക് കുറെ സംഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇമോഷണൽ മൂമെന്റ്സും ഹാപ്പി മൂമെന്റ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞ് പോയിട്ട് 2024 ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഗൈസ്, ഈ ബ്രഷസ് വെച്ചിട്ടാണ് ഞാൻ പെയിന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അബാക്കസിന്റെ കേട്ടോ. ഞാനത് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യണത് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഈ സാധനങ്ങൾ മെയിൻ ആയി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോ സമയത്ത് ഇമോഷൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ചിരി വരാണെങ്കിൽ, നല്ല സന്തോഷമുള്ളതായി വരാണെങ്കിൽ ഇതാക്കാം. ഇനി നിങ്ങൾക്ക് സാധാ ഹാപ്പി ആണെങ്കിൽ ഇതാക്കാം. പിന്നെ നമുക്ക് ദേഷ്യം വന്നിരിക്കുകയാണെങ്കിൽ ഈ പർപ്പിൾ കളർ ആക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് സങ്കടം വന്നിരിക്കുകയാണെങ്കിൽ ഇതുണ്ട്. അപ്പൊ നമുക്ക് ഇമോഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ വേഗം പെയിന്റ് ചെയ്തേ. ഓൺലൈൻ ക്ലാസ് ആണ് അബാക്കസിന്റെ. അപ്പോൾ നമ്മുടെ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനുവരിയിലാണ് മത്സരം. അപ്പോൾ അതിന്റെ പ്രാക്ടീസാണ് ഗൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗീത് മിസ്സാണിത്. ഇപ്പൊ ഗൈസ് ഫിയയുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8 മിനിറ്റ് ഫിയ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇവിടെ ശല്യപ്പെടുത്തണ്ട, അങ്ങോട്ട് പോവാം. അപ്പൊ ഗൈസ്, അവിടെ ഫിയയുടെ ബാക്കേഴ്സ് കോമ്പറ്റീഷനുള്ള പ്രാക്ടീസിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനുള്ളതാണ്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്യണം. അപ്പോൾ നാളെയും കൂടിയാണ് നമുക്ക് സമയമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വേഗം പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗേസ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇതാ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു എക്സാം കഴിയുമ്പോഴും ഇത് സുരക്ഷിതമായി എടുത്തു വെക്കും ഗേസ്, അല്ലെങ്കിൽ ഇതെൻ്റെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതാ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആൻസർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കെമിസ്ട്രി ചെയ്യാം ഗേസ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗേസ്. അപ്പോൾ നമ്മുടെ ഓൺ എക്സാമിൻ്റെ. അപ്പോൾ നമുക്ക് ഇനി ക്രിസ്മസ് എക്സാമിൻ്റെ ചെയ്തിട്ട് കാണാം ഗേസ്. ഫിസിക്സ് ആൻസർ ചെയ്ത് കഴിഞ്ഞു. വീറിന് കേക്ക് മേടിക്കാൻ പോകണം ഗേസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം കേക്ക് മേടിച്ച് വന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം. പിന്നെ ഒരു കാര്യം, എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് ഗേസ്. സാധാരണ ദിവസം എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ സാധനമേ വരാറില്ല. പക്ഷേ ഇന്ന് എന്തോ ഒരു പ്രത്യേക ഉറക്കം വരാൻ എന്താണെന്ന് അറിയില്ല ഗേസ്. അപ്പോൾ നമുക്ക് കേക്ക് മേടിക്കാൻ പോവാം. അപ്പോൾ ഗേസ്, നമ്മൾ കേക്ക് മേടിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ മേടിച്ച കേക്ക് കേട്ടോ. അപ്പോൾ നമുക്കിനി 12 മണി വെയിറ്റ് ചെയ്യാം ഗേസ്, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗേസ്, ഇപ്പോൾ സമയം 10:30 കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഡിന്നർ കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗേസ്, ഒരു സബ്ജക്റ്റ് വെച്ച് നമ്മൾ ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളമാണ് നമുക്കിനി എഴുതാനുള്ളത്. മലയാളം, ഹിന്ദി ഉണ്ട് ഗേസ്. ഓക്കെ, അപ്പോൾ 2 എണ്ണമാണ് എഴുതാനുള്ളത്. അപ്പോൾ ലാംഗ്വേജ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സിമ്പിളായിട്ട് എഴുതി കഴിയും. പക്ഷേ ലാംഗ്വേജ് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഗേസ്. കാരണം 80 മാർക്കിലൊക്കെ പേപ്പറാണ് നമ്മുടെ ഇംഗ്ലീഷൊക്കെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ ഇന്നലെ കുത്തിരുന്ന് എഴുതി. അപ്പോൾ ഇനി ഹിന്ദിയും മലയാളം. പക്ഷെ മലയാളം വയ്യ കേസ് മലയാളം എഴുതാം. പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. കണ്ണൊക്കെ ആകൃതയായിട്ടിരിക്കണത്. അല്ലെങ്കിൽ ഉറക്കമേ വരാറില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് കേസ്. അപ്പോൾ ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 1 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 1 മണിക്കൂറിനായിട്ട് ചുമ്മാ വരുന്ന ഉറങ്ങണ്ട. അപ്പോൾ ആ 1 മണിക്കൂർ ഇരുന്നിട്ട് ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആൻസർ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫീ ഉറങ്ങി. ഫീയാണ് നമുക്ക് ഇങ്ങനെ സമയമാകുമ്പോൾ വിളിക്കാം. ഓക്കെ, അപ്പോൾ കമൺ ഗേസ്. അപ്പോൾ ഗേസ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം 2025 ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2023ലും 2024ലും നമ്മൾ ഉമ്മച്ചിയുടെ വീട്ടിലായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെക്കേഷനായിട്ട് നമ്മൾ അവിടേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ക്ലാസ് മുന്നേ തുടങ്ങിയത് കാരണം നമ്മൾ ഇവിടെ നിന്നാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചാനൽ മുന്നേ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് 2023ലും 2024ലും നമ്മൾ ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്തപ്പോൾ സെയിം ക്യാൻഡിലൊക്കെയാണ് ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വർഷം സെയിം ക്യാൻഡിൽ ലൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്തപ്പോൾ നമ്മൾ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അവിടെ നിന്നല്ലല്ലോ, നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്ന കാരണം നമുക്ക് ആ ക്യാൻഡിൽ കിട്ടിയില്ല. അവിടെ നിന്ന് എടുക്കാൻ വരുമ്പോൾ എടുക്കാനും മറന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ആ ക്യാൻഡിലല്ല യൂസ് ചെയ്യുന്നത്, വേറെ ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഫിയ ക്യാൻഡിൽ കേക്കിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾ ആദ്യം ഉറക്കാണ്. അപ്പോൾ ഇപ്പോൾ സമയം 11:50 കഴിഞ്ഞു. അപ്പോൾ ഇനി ആകെ മിനിറ്റ് മാത്രം ബാക്കിയുള്ളൂ 2024 കഴിയാൻ വേണ്ടിയിട്ട്. ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഫിയാൻ അവിടെ വിളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഫിയ എനിക്കിട്ട് അപ്പം നമുക്ക് കേക്കൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഫിയ എനിച്ചിട്ട് അവൾ ക്യാൻഡിൽ വെച്ചോട്ടെ. അപ്പോൾ ഗേസ് ലാസ്റ്റ് മൊമെൻറ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 2024 വരുമ്പോൾ ഒരു ഓർമ്മ മാത്രം. ഗൈസ് ഉറക്കത്തിന്ന് വിളിച്ചിട്ട് എനിക്കണില്ല, അവള് കേക്ക് കട്ട് ചെയ്യില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ പോയി ഒന്നുകൂടെ വിളിച്ചോക്കാം ഗൈസ് അവളെ. ഇപ്പോൾ സമയം 12 മണിയാവാൻ ഇനി ആകെ 5 മിനിറ്റ് പോലും ഇല്ല, 3 മിനിറ്റ് കൂടി ഉള്ളപ്പോൾ പോയി വിളിച്ചോക്കാം. ഫിയ ഫിയ വായോ കേക്ക് കട്ട് ചെയ്യണ്ടേ? വായോ കേക്ക് കട്ട് ചെയ്യാൻ വാ. എനിക്ക് ഇതേ ഇപ്പൊ സമയാവൂട്ടാ, വേഗം എനിച്ചോ വാ. ഒരു മുറിച്ചിട്ട് വേഗം ഉറങ്ങിക്കോ. എനിക്ക് വാ. സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ്. എന്താ നീ ഇല്ലാണ്ട് എങ്ങനെ മുറിക്കുക? വായോ, കമോൺ കമോൺ. ഗൈസ് ഫിയ സമ്മതിക്കണില്ല, ഫിയനെ ചവിട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഇവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ചവിട്ട് കിട്ടി തുടങ്ങേണ്ടി വരും 2025. അപ്പോൾ ഫിയ എനിക്കകത്ത് തന്നെ പ്രമാണിച്ച് ഞാനാണ് ക്യാൻഡിൽ കത്തിക്കാൻ പോണത്. ഇതാണ് നമ്മുടെ ക്യാൻഡിൽ. അപ്പോൾ ഗേസ് 12 മണിയായി ഗേസ്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ. ഫീ എനിച്ചില്ല, അവർക്ക് ഉറക്കത്തിൽ പെട്ടുപോയി. നമുക്ക് വേഗം കേക്ക് മുറിക്കാം ഗേസ്. നമുക്ക് ലേറ്റ് ഓഫ് ചെയ്യാം ഗേസ്. ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.